കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ സംസ്ഥാന സർക്കാർ നാണം കെട്ടു നിൽക്കുന്ന അവസ്ഥയാണിപ്പോൾ. ശബരിമല കേസിൽ പിടിയിലായ പ്രതികൾക്ക് ഇപ്പോഴത്തെയും ഒന്നാം പിണറായി സർക്കാരിലെയും മന്ത്രിമാരുമായി അടുത്ത ബന്ധമാണുള്ളത്. അതേസമയം മുഖ്യന് ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മുൻ കമ്മീഷണറുമായ എൻ വാസു, എ പത്മകുമാർ തുടങ്ങിയവരാണ് പിടിയിലായത്. ഇപ്പോഴിതാ കേസിൽ പിടിയിലായ എൻ വാസുവിനെ കൈവിലങ്ങ് അണിയിച്ച് കോടതിയിൽ ഹാജരാക്കിയതിൽ DGPക്ക് അതൃപ്തി. കൈവിലങ്ങ് അണിയിച്ച പോലീസുകാർക്കെതിരെ നടപടിയെടുക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ മേലുദ്യോഗസ്ഥർ. തിരുവനന്തപുരം AR ക്യാമ്പിലെ പോലീസ് ഉദ്യോഗസ്ഥരാണ് പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്നും വാസുവിനെ കൈവിലങ്ങ് അണിയിച്ച് കൊല്ലത്തെ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയത്. സത്യത്തിൽ വാസുവിനെ കൈവിലങ്ങ് അണിയിച്ചതിൽ എന്താണ് തെറ്റുള്ളത്? കുറ്റവാളികളെയാണ് സാധാരണ കൈവിലങ്ങ് അണിയിച്ച് കോടതിയിൽ കൊണ്ടുവരാറ്. വാസുവും കുറ്റം ചെയ്തതുകൊണ്ടാണല്ലോ ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത്. അപ്പോൾ വാസുവിനെ വിലങ്ങില്ലാതെ എങ്ങനെയാണ് കോടതിയിലേക്ക് കൊണ്ടുവരേണ്ടത്? ഈ നടപടിയിൽ സർക്കാരിനും അതൃപ്തിയുള്ളതായാണ് അറിയുന്നത്. അപ്പോൾ തന്നെ വ്യക്തമാകും ഈ കേസിൽ സർക്കാരിന്റെ പങ്ക് എന്താണെന്ന്. സർക്കാരിന്റെ ഒത്താശയോട് ചെയ്ത ഈ കളവിൽ പ്രധാന പങ്ക് വാസുവിൻ്റെത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് സർക്കാർ വാസുവിന് ഒരു സ്പെഷ്യൽ കെയർ നൽകുന്നത്. വാസുവിനെ വിലങ്ങണിയിച്ചപ്പോൾ സർക്കാരിനൊന്ന് നൊന്തു എന്ന് വേണമെങ്കിൽ പറയാം. ഇത് മാത്രമല്ല, ജയിലിൽ ഭയങ്കരമായ സൗകര്യങ്ങളാണ് വാസുവിന് നൽകിയിരിക്കുന്നത്. പ്രത്യേകമായ മുറി, കട്ടിൽ, ഫാൻ, അങ്ങനെ മൊത്തത്തിൽ സുഖ സൗകര്യങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ. ഹൃദ്രോഗിയാണെന്നും പറഞ്ഞ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ഈ സൗകര്യങ്ങൾ നൽകിയതെന്ന് പറയുന്നു. എങ്കിലും ഒരു കുറ്റവാളിക്ക് ഇത്തരം സൗകര്യങ്ങളുടെയൊക്കെ ആവശ്യമുണ്ടോ? കൂടാതെ CPMന്റെ മുൻ MLA ആയിരുന്ന എ പത്മകുമാറിനെ സർക്കാർ കൈവിട്ട മട്ടാണ് കാണുന്നത്. പത്മകുമാറിനെതിരായ നടപടിയിൽ പാർട്ടിയിൽ രണ്ടഭിപ്രായമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നാൽ നടപടികളിലേക്ക് പോകാമെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം. നാളെ ചേരുന്ന പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി പങ്കെടുക്കും. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ അവലോകനമാണെങ്കിലും പത്മകുമാർ വിഷയമായിരിക്കും മുഖ്യ ചർച്ചാ വിഷയം. അതേസമയം കേസിൽ വാസുവിന്റെ റിമാൻഡ് കാലാവധി 14 ദിവസത്തേക്ക് കൂടി നീട്ടി. കൊല്ലം വിജിലൻസ് കോടതിയാണ് റിമാൻഡ് കാലാവധി നീട്ടി ഉത്തരവിറക്കിയിരിക്കുന്നത്.